കക്കോടി ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തിരഞ്ഞെടുത്ത ഭരണസമിതിയുടെ ആദ്യ പരിപാടിയായാണ് പച്ചത്തുരുത്ത് ഓർമ്മത്തുരുത്ത് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയത്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ഫലവൃക്ഷ തൈകളും മുളകളും വച്ചുപിടിപ്പിച്ചു. ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ പ്രകാശനും പഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബയും ചേർന്ന് ആദ്യ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്ത 5 വർഷം കൊണ്ട് പഞ്ചായത്തിനെ പച്ചത്തുരുത്തായി മാറ്റുമെന്നും ഇങ്ങനെ നടുന്ന തൈകൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സംരക്ഷിക്കുമെന്നും KP ഷീബ അറിയിച്ചു. വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, സെക്രട്ടറി, ഹരിത കേരള മിഷന്റെ ജില്ലാ കോർഡിനേറ്റർ ശ്രീ പ്രകാശ്, സ്നേഹം നിറഞ്ഞ മെമ്പർമാരെ, ഹരിത കർമ്മസേന അംഗങ്ങളെ, തൊഴിലുറപ്പ് പദ്ധതി മറ്റെല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഭരണസമിതി യഥാർത്ഥത്തിൽ ഔദ്യോഗികമായി ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ്. ഭരണസമിതി വന്നതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം പ്രകൃതി സൗഹൃദമായ ഓർമ്മത്തുരുത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കമാണ്. പച്ചത്തുരുത്ത് 5 വർഷം പൂർത്തിയാകുമ്പോൾ ഓർമ്മത്തുരുത്തായി മാറണം എന്നാണ്. അതായത് ഇന്നത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ മുമ്പ് അനുഭവമുള്ളവർക്കൊക്കെ അറിയാം, ഇതൊരു നിരന്തരമായ തിരക്കിട്ട പ്രവർത്തനമാണ്. ചിലപ്പോൾ നമ്മളൊരു തൈ നട്ടാലോ തുടക്കം എന്തായിരുന്നു എന്നൊന്നും പിന്നെ അങ്ങോട്ട് ഓർമ്മിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തിന് കീഴിലുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ഇടപെടേണ്ടവരും തീരുമാനം എടുക്കേണ്ടവരും നടപ്പിൽ വരുത്തേണ്ടവരുമാണ്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ പ്രവർത്തനം എന്തായിരുന്നു എന്നൊന്നും ചിലപ്പോൾ നമുക്ക് പിന്നീട് ഓർമ്മയുണ്ടാവില്ല. ഇത് നമുക്ക് ഒരു ഓർമ്മ തുരുത്തായിട്ട് തന്നെ മാറണം. ഇവിടെ നമ്മൾ സെക്രട്ടറി ഇവിടെ വന്നതിന് ശേഷം തന്നെ വലിയ മാറ്റമൊക്കെ ഔദ്യോഗികമായിട്ട് തന്നെ വരുത്തിയിട്ടുണ്ട്. വലിയ കാട്ടുള്ള സംഗതിയൊക്കെ വെട്ടിത്തെളിച്ച് നന്നായി മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം ബാക്കിയുള്ള ഭാഗവും നമ്മളങ്ങനെ ശ്രമിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലെ 16-ാം വാർഡിലെ നമുക്ക് പണിയെടുക്കുന്ന തൊഴിലാളികൾ വലിയ സൗകര്യമാണ് നമുക്ക് ചെയ്തു തന്നത്. ചടങ്ങിൽ 21 പഞ്ചായത്ത് അംഗങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥരും ഹരിത കർമ്മ സേനാംഗങ്ങളും CDS അംഗങ്ങളും പങ്കാളികളായി.